അസ്സലാമു അലൈക്കും. അഫിക്ക് ദേഷ്യം കൊണ്ട് കണ്ണ് കാണുന്നുണ്ടായിരുന്നില്ല. റൂമിലേക്ക് കയറി വന്നവൾ വാതിൽ കൊട്ടിയടച്ചു. അവൾക്ക് ഇപ്പോഴും തന്നെ പുച്ഛത്തോടെ നോക്കുന്ന ഇമ്രാൻ്റെ മുഖമായിരുന്നു മനസ്സിൽ. ആമിമോളെ എടുത്തുകൊണ്ട് തങ്ങളുടെ അരികിലേക്ക് വന്ന ഇമ്രാൻ്റെ മുഖം. ഓഫീസിലേക്ക് പോകാൻ നിൽക്കുന്ന അസ്ലം ദേഷ്യത്തോടെ വിറക്കുന്ന അവളെ നോക്കി ഒന്നും മനസ്സിലാവാതെ നിന്നു. എന്താണ് കെട്ടിയോളെ നിന്ന് വിറക്കുന്നത്? ഇവിടെ ഇരുന്ന് വിറക്ക് കുറച്ചു നേരം, ഇല്ലെങ്കിലേ വീണു പോവും. അസ്ലമിൻ്റെ കളിയാക്കൽ അവൾക്ക് ഒട്ടും പിടിച്ചില്ല. നിങ്ങൾ എന്നെയും കളിയാക്കിക്കൊണ്ടിരുന്നോ? താഴെ നടന്നതൊന്നും അറിയണ്ട. ആദ്യം ഒരു പെണ്ണ് കെട്ടി, ഇപ്പോൾ ഇതാ കെട്ടിയോളുടെ കുട്ടിയെയും കൊണ്ട് വന്നിരിക്കുന്നു നിങ്ങളുടെ ഇക്കാക്ക. കുറച്ച് ദിവസം കാണാതെ ഇരുന്നപ്പോൾ കരുതി പിന്നെയും മൂരി ചുറ്റാൻ പോയതാണെന്ന്. ഇതിപ്പോൾ കൂനിമോൽ കുരു എന്ന് പറഞ്ഞതുപോലെയായി. നാശം. ചെറിയ കുട്ടിയാണോ അഫി? പാവം, എത്രയെന്ന് കരുതിയാണ് ഉമ്മയും കുഞ്ഞു പിരിഞ്ഞിരിക്കുക. സുഹറക്ക് നമ്മുടെ കുട്ടികളോടുള്ള സ്നേഹം നിനക്ക് തന്നെ അറിയില്ലേ? അപ്പോൾ അവളുടെ സ്വന്തം മോളെ എത്ര മിസ് ചെയ്യുന്നുണ്ടാവും. ഇക്കാക്ക ചെയ്തത് എന്തായാലും നന്നായി. ഇനി ഉമ്മയും മോളും ഒരുമിച്ച് നിൽക്കട്ടെ. അവൻ്റെ ആ വാക്ക് കേട്ടതും അഫീൽ ദേഷ്യം ഒന്നുകൂടി വർദ്ധിച്ചു. പിന്നെ നിങ്ങളൊരു ഇക്കാക്കയും നിങ്ങൾക്ക് എന്താ ഉള്ള ബോധം കൂടി നഷ്ടപ്പെട്ടോ? ഓളെ കൂടി കൊണ്ടുവന്ന സ്ഥിതിക്കിനി നമ്മുടെ മക്കൾക്ക് ഈ സ്വത്തിൽ ഒരു അവകാശം ഉണ്ടാവില്ല. എല്ലാം ഏതോ കാശിന് വകയില്ലാത്തവളുടെ പേരിലാവും. ഇത്രയും കാലം സ്വന്തം എന്ന് കരുതിയതൊക്കെ എവിടെ നിന്നും വന്നവർ അനുഭവിക്കുന്നത് കാണേണ്ടി വരും. ഹഫീ, നീ എന്നാണ് ഇത്രയും കണ്ണിൽ ചോരയില്ലാത്തവളായത്? കഷ്ടം കിട്ടോ. വേറെ ആരും കേൾക്കണ്ട. ഒന്നും വേണ്ട, ഇക്കാക്ക് സന്തോഷമായിട്ട് ഇരുന്നാൽ മതി. നിൻ്റെ ഈ ദുഷിതനാവുകൊണ്ട് ഇനി ഒന്നും പറയണ്ട. അവരെങ്ങനെയെങ്കിലും ജീവിക്കട്ടെ. കേൾക്കുന്നുണ്ടോ? അവൻ ദേഷ്യത്തിൽ റൂമിൽ നിന്നും ഇറങ്ങിപ്പോകുന്നത് നോക്കി അവൾ നിന്നു. അവൾക്കൊരു സമാധാനവും ഉണ്ടായിരുന്നില്ല. സുഹറ ആമിയെയും പറ്റി പിടിച്ചുകൊണ്ട് കിടക്കുകയാണ്. അതിനിടയിൽ ആമിയുടെ മുഖത്താക്കി അവൾ വാത്സല്യത്തോടെ ചുണ്ട് ചേർക്കുന്നുണ്ട്. റൂമിലേക്ക് വന്ന ഇമ്രാൻ അവരെ ശല്യപ്പെടുത്താതെ പുറത്തേക്കിറങ്ങി. ആമി കിടക്കുന്നതിനിടയിൽ ഉപ്പൂപ്പയുടെ മരണവും പിന്നീട് അവിടെ സംഭവിച്ചതെല്ലാം സുഹറയോട് പറഞ്ഞു. ഉപ്പയുടെ മരണ വാർത്ത അറിഞ്ഞ് അവൾക്കൊന്ന് പൊട്ടിക്കരയാൻ പോലും കുറച്ച് സമയത്തേക്ക് സാധിച്ചില്ല. സ്വന്തം ഉപ്പയുടെ മയ്യത്ത് കാണാൻ പോലും ഭാഗ്യമില്ലാത്തവളായിപ്പോയോ താനെന്ന് തോന്നിപ്പോയവൾക്ക്. ഈ ലോകത്ത് ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചിരുന്നത് ആ മനുഷ്യനെയാണ്. ഇന്നോളം എന്നെ ഓർത്ത് ഉരുകിയതുപോലെ, എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചതുപോലെ ഒരിക്കലും ആർക്കു വേണ്ടിയും പ്രാർത്ഥിച്ചിട്ടുണ്ടാവില്ല. ഉപ്പ ഉരുകിയിട്ടുണ്ടാവില്ല. തൻ്റെ ഉപ്പാക്ക് സ്വർഗം കൊടുത്ത് അനുഗ്രഹിക്കാൻ അവൾ ഉടയവനോട് കേണു. ആ സങ്കടത്തിലും അവൾക്ക് ആശ്വാസം തോന്നിയത് ഇമ്രാൻ്റെ ഇടപെടലായിരുന്നു. അപ്പോൾ മാത്രമാണ് അവൾ ഇമ്രാനെക്കുറിച്ച് ഓർക്കുന്നത്. ആമിയെ കിട്ടിയ സന്തോഷത്തിൽ ഉപ്പയുടെ മരണം അറിഞ്ഞപ്പോൾ തകർന്നു പോയ നിമിഷത്തിൽ എല്ലാം മറന്നു പോയിരുന്നു. ആമിയെ തനിക്കരിയിൽ എത്തിച്ചതിന് ഒരു നന്ദി പോലും പറഞ്ഞില്ല. ഒന്ന് കണ്ടതുപോലുമില്ല. അവൾക്ക് വല്ലാതെ തോന്നി. നന്ദിയില്ലാത്തവളാണെന്ന് തോന്നിക്കാണുമോ? ഉമ്മാക്കി വിളിച്ചവിടുത്തെ വിശേഷം തിരിക്കണമെന്ന് തോന്നി സുഹറയ്ക്ക്. ഉപ്പയുടെ മരണം അറിയിക്കാൻ മാത്രം ഞാനില്ലേ എന്ന് ചോദിക്കണമെന്ന് തോന്നി. ഇപ്പോൾ ഞാൻ അവിടെ വേണ്ടതാണ്. മക്കളെല്ലാവരും ഒരുമിച്ചിരുന്ന് ഉപ്പാക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടതാണ്. അവിടെ നടന്ന യാഥാർത്ഥ്യങ്ങളൊന്നും അറിയാതെ സുഹറ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് ഫോൺ ചെവിയിലേക്ക് വെച്ചു. ഉമ്മാ. അവളുടെ ശബ്ദം നേർത്തു പോയിരുന്നു. ആരാണ്? അപ്പുറത്ത് കേട്ട വാക്കിൽ അവളൊന്ന് പകച്ചു. ഞാൻ സുഹറയാണമ്മ. ആരുടെ ഉമ്മ? എനിക്കിതുപോലൊരു മോളില്ല ഉമ്മാന്ന് വിളിക്കാൻ. എന്തൊക്കെയാണ് ഉമ്മ ഈ പറയുന്നത്? ഉപ്പ മരിച്ചിട്ടൊന്ന് വിളിച്ചു പറയാൻ പോലും തോന്നാത്ത വിധം അന്യയായി പോയ ഞാൻ. അവൾ തേങ്ങുകയായിരുന്നു. അത് തന്നെയാണ് പറഞ്ഞത്. ഇങ്ങനെ ഒരു മോൾ എനിക്കില്ല എന്ന്. ഉണ്ടെങ്കിലല്ലേ വിളിച്ചു പറയേണ്ട ആവശ്യമുള്ളൂ. ഏതോ ഒരാളെ കിട്ടി അഴിഞ്ഞാട് നടക്കുന്ന നിന്നെ എൻ്റെ മകളായി എനിക്ക് വേണ്ട എന്ന് തന്നെയാണ് പറഞ്ഞത്. നാണില്ലല്ലോ കുടുംബത്തിന് വേണ്ടിയെന്ന് പേര് പറഞ്ഞുകൊണ്ട് നാണം കെട്ട് ജീവിക്കാനേ. നിൻ്റെ മോളെയും കൂട്ടി കൊടുക്കാനാണോ അതിനെ ഇവിടെ നിന്ന് കൊണ്ടുപോയത്? കണ്ടറിയേണ്ടി വരും ഉമ്മ. അവളുടെ ശബ്ദം ഉയർന്നിരുന്നെങ്കിലും അതിൽ വേദന നിറഞ്ഞിരുന്നു. തൻ്റെ ഉമ്മയുടെ മനസ്സ് ഇത്രയും ദുഷിച്ചു പോയി എന്ന് ഓർത്തുകൊണ്ട്. എന്തേ, ഞാൻ പറഞ്ഞതിൽ വല്ല തെറ്റുണ്ടോ? പൈസയ്ക്ക് വേണ്ടി എന്തും ചെയ്യും. സ്വന്തം വീട്ടുകാർ പോലും അറിയാതെ ഒരുത്തനെ കെട്ടിയില്ലേ? സത്യം തന്നെ ആണാവോ? അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞതിൽ എന്താ തെറ്റ്? പിന്നെ ഇനി ഉമ്മ കൂടപ്പിറപ്പുകൾ എന്നൊന്ന് പറഞ്ഞു മേലിൽ ഇങ്ങോട്ട് വിളിക്കണ്ട. അന്നിട്ടുള്ള ബന്ധം ഞാൻ എൻ്റെ കുട്ടികളും അവസാനിപ്പിച്ചു. പുതിയ കെട്ടുവിന്
പെരുവയിൽ തള്ളുമ്പോൾ ഇങ്ങോട്ട് വലിഞ്ഞു കയറി വരണ്ട എന്നാണ് പറഞ്ഞത്, മനസ്സിലായോ? 2 പെൺകുട്ടികൾ മാനം മര്യാദയ്ക്ക് ജീവിച്ചു പോയിക്കോട്ടെ ഈ നാട്ടിൽ. പിന്നെ ഒന്ന് വളർന്നു വരുന്നത് ആൺകുട്ടിയാണ്, ഓനും തല ഉയർത്തി നടക്കേണ്ട ഈ നാട്ടിൽ. ഇനി മേലിൽ ഇങ്ങോട്ട് വിളിച്ചു പോകരുത്. ഇവിടെ ആർക്കും എൻ്റെ വർത്തമാനം കേൾക്കണമെന്നില്ല. ഇവിടെ നിന്ന് ആരും എന്നെ അങ്ങോട്ടും വിളിക്കില്ല. പഠിച്ച റബ്ബ് അതിനുള്ള വിധി എനിക്കും എൻ്റെ കുട്ടികൾക്കും തരാതെ ഇരിക്കട്ടെ. ഉമ്മയുടെ വാക്കുകൾ സുഹറയിൽ പ്രകമ്പനം കൊള്ളിച്ചു. സ്വന്തം ഉമ്മ തന്നെ മനസ്സിലാക്കാത്തതിലായിരുന്നില്ല അവളുടെ ബന്ധം. താനുമായി ഒരു ബന്ധവുമില്ല എന്ന് തീർത്ത് പറഞ്ഞുകൊണ്ട് ആ വാക്കുകൾ അവസാനിപ്പിച്ചതിലായിരുന്നു. അവൾക്ക് താൻ എന്താ കേട്ടതെന്ന് പോലും ഓർമ്മയില്ലാതെയായി. ഒരു തളർച്ചയോടെ വീഴാൻ പോകുന്നത് പോലെ തോന്നിയതും അവൾ ആരെയോ ചെന്നിടിച്ചു. തൻ്റെ മുന്നിൽ നിൽക്കുന്ന ഇമ്രാനെ കണ്ടതും അവൾക്ക് മനസ്സിലുണ്ടായിരുന്ന നോവിനെ മറച്ചു വെക്കാനായില്ല. തൻ്റെ മുന്നിൽ വിങ്ങിപ്പൊട്ടി നിൽക്കുന്ന സുഹറയെ ഇമ്രാൻ ചേർത്ത് പിടിച്ചു. അവളുടെ കയ്യിലുണ്ടായിരുന്ന ഫോൺ അവൻ മേടിച്ചുകൊണ്ട് അവളുടെ വീട്ടിലെ നമ്പർ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. അവൾ അമ്പരപ്പോടെ അവനെ നോക്കി. സുഹ്റ, ഇനി അവിടെ നിന്നൊരു ഫോൺ കോൾ വരാതെ ഒരിക്കൽ പോലും ഒരു കോൾ അങ്ങോട്ട് പോകരുത് കേട്ടോ. അവിടുത്തെ കാര്യങ്ങളൊന്നും തന്നെ അന്വേഷിക്കുകയോ അറിയാൻ ശ്രമിക്കുകയോ ചെയ്യരുത്. തൻ്റെ മോളെ ഞാൻ തൻ്റെ അരികിൽ എത്തിച്ചിട്ടുണ്ട്, അത് മതി. നമ്മൾ മനസ്സിലാക്കാനോ അറിയാനോ കൂടെ നിൽക്കാനോ ശ്രമിക്കാത്തവർക്ക് വേണ്ടി ഒരിക്കലും കണ്ണുനീർ ഒഴിക്കേണ്ട ആവശ്യമില്ല. അതിപ്പോൾ സ്വന്തം ഉമ്മ ആണെങ്കിൽ പോലും. ആരോടും ഒരു കടപ്പാടും വെക്കാതിരിക്കാനാണ് ആദ്യം ശ്രമിക്കേണ്ടത്. ആരെങ്കിലും പറയുന്നത് കേട്ട് സ്വന്തം മകളെയും കൂടപ്പിറപ്പിനെയും അവിശ്വസിക്കുന്നവരെ ഇനി അന്വേഷിക്കരുത്. എല്ലാ ബാധ്യതകളും തീർന്നിട്ടപ്പോൾ അവർക്ക് നീ മോശപ്പെട്ടവളായി. ഇനി നിൻ്റെ സഹായം ചോദിച്ചുകൊണ്ട് എന്നവർ ഇങ്ങോട്ട് വരുന്നോ അന്ന് വേണമെങ്കിൽ നിനക്ക് പോവാം. പക്ഷെ അത് നിൻ്റെ ഉമ്മ ആണെങ്കിൽ മാത്രം. വേറെ ആരായാലും ഇവിടെ നിന്ന് നീ ഇനി പോവരുത്. ഒരു ഭർത്താവിൻ്റെ അധികാരത്തിൽ ഞാൻ പറയുന്നതാണ്. എനിക്കിഷ്ടമല്ല ഭർത്താവിൻ്റെ ഇഷ്ടം നോക്കുന്നത് നല്ല ഭാര്യയുടെ ലക്ഷണമാണ്. വേറൊരു കാര്യത്തിൽ നിന്നെ ഞാൻ തടയില്ല. ഈ ഒരു കാര്യം ഒഴിച്ച് ഇനിയെങ്കിലും തനിക്ക് വേണ്ടി ജീവിക്കാൻ ശ്രമിക്കടോ. ഇമ്രാൻ പറഞ്ഞു കഴിഞ്ഞതും സുഹ്റ ഇമ്രാൻ്റെ നെഞ്ചിലേക്ക് വീണുകൊണ്ട് അവളുടെ കണ്ണുനീർ ഇറക്കി വെക്കാൻ ഒരുങ്ങിയിരുന്നു. കരയുന്ന അവളെ ഒന്ന് ചേർത്ത് പിടിച്ചു അവൻ ഒരു ഭർത്താവിൻ്റെ അധികാരത്തോടെ. ഇനി ഒരിക്കലും തനിക്ക് ഈ കണ്ണുകൾ നിറയ്ക്കേണ്ടി വരില്ല എന്ന് ഉറപ്പോടെ തന്നെ. സുഹ്റക്കും തനിക്കും ഒരുമിച്ച് ജീവിക്കാനും പരസ്പരം അംഗീകരിക്കാനും സാധിക്കുമോ എന്നറിയില്ലെങ്കിൽ പോലും അവനെ അങ്ങനെ ചിന്തിക്കാനാണ് ആ സമയം തോന്നിയത്. തന്നെ സുഹ്റയെ നോക്കി ബെഡിലിരുന്നു കൊണ്ട് മനോഹരമായി പുഞ്ചിരിക്കുന്നവളെ നോക്കി ഇമ്രാൻ കണ്ണ് ചിമ്മി ചിരിച്ചു. ആമി പെട്ടെന്ന് തന്നെ കുഞ്ഞിയെയും മിക്കാക്കുമാരുമായി അടുത്തിരുന്നു. ഒരു പരിചയക്കേടും ഉണ്ടായിരുന്നില്ല അവൾക്ക്. ഓടിച്ചാടി കളിച്ചുകൊണ്ട് അവൾക്ക് സന്തോഷത്തിൻ്റെ നാളുകൾ തന്നെയായിരുന്നു. സുഹറ ഇടയ്ക്കൊക്കെ മിണ്ടാതെ ഉമ്മ പറഞ്ഞ വാക്കുകളും ഉപ്പയുടെ വിയോഗവും ഓർത്തുകൊണ്ട് വിഷമിച്ചിരിക്കാറുണ്ടെങ്കിലും കുറേ സമയമൊന്നും ഓർത്തിരിക്കാനോ വിഷമിക്കാനോ കുഞ്ഞുങ്ങൾ സമ്മതിക്കാറുണ്ടായിരുന്നില്ല. അവർ ആഘോഷിക്കുകയായിരുന്നു ഓരോ നിമിഷവും. ഹാഫിക്ക് പക്ഷേ ഒട്ടും ഇഷ്ടമായിരുന്നില്ല മക്കളുടെ ഈ അടുപ്പം. ഇക്കമാർ സ്കൂളിൽ പോകുമ്പോൾ കുഞ്ഞിയും മാമിയും ഒരുമിച്ച് കളിക്കും. 2 പേരും ഒരേ പ്രായമാണെങ്കിലും വഴക്കോ കുറുമ്പോ ഉണ്ടായിരുന്നില്ല. ഇമ്രാനെ കയ്യിലെടുക്കാനും ആമിക്ക് കഴിഞ്ഞിരുന്നു. ആദ്യമൊക്കെ ഇമ്രാനെ കാണുമ്പോൾ ഒഴിഞ്ഞു മാറിയിരുന്ന ആമി പിന്നെ അവൻ്റെ കൂടെ തന്നെ കൂടി. ഇപ്പോൾ അവളാണ് ഇമ്രാൻ്റെ ബോഡിഗാർഡ്, എപ്പോഴും ഒപ്പമുണ്ടാവും. ഇമ്രാനെ എന്ത് വിളിക്കുമെന്ന കാര്യത്തിൽ അവൾക്ക് സംശയമുണ്ടായിരുന്നു. അത് സുഹറയോടും അവൾ ചോദിച്ചിരുന്നു. ഇമ്രാനെ എന്ത് വിളിക്കണമെന്ന് അവൾക്കും അതിന് ഉത്തരമുണ്ടായില്ല. നിനക്ക് ഇഷ്ടമുള്ളത് വിളിച്ചോ എന്ന് പറഞ്ഞ് സുഹറ ഒഴിഞ്ഞിട്ടും ആമി വിട്ടില്ല. ഒടുവിൽ സുഹറക്ക് അവളോട് ദേഷ്യപ്പെടേണ്ടി വന്നു. കുഞ്ഞിപ്പെണ്ണിൻ്റെ കണ്ണ് നിറഞ്ഞു. അവൾ ഉമ്മയോട് പിണങ്ങി ബെഡിൽ കമിഴ്ന്ന് കിടക്കുമ്പോഴാണ് ഇമ്രാൻ വന്നു കയറുന്നത്. എന്നും വന്നു കയറുമ്പോഴേക്കും ഓടി വരുന്നവളാണ്. കാണാനില്ലാതെ ചുറ്റും നോക്കി വരുമ്പോഴാണ് ബെഡിൽ കമിഴ്ന്ന് കിടക്കുന്നവളെ കാണുന്നത്. എന്ത് പറ്റിയാവോ എന്ന് കരുതി അവൻ ഓടി വന്ന് ദേഹമാകെ കഴിവച്ചു പരിശോധിക്കാൻ തുടങ്ങി. ചൂടൊന്നുമില്ല എന്നറിഞ്ഞതും അവൾക്ക് ആശ്വാസമായിരുന്നു. ഇപ്പോൾ വന്ന് ആമയുടെ മുഖം മാറുന്നത് പോലും സഹിക്കാനാവാത്ത പോലെയാണെന്ന് തനിക്കെന്ന് അവൻ ഓർക്കാതെയിരുന്നില്ല. അല്ല, എന്ത് പറ്റിൻ്റെ ആമിക്കുട്ടിക്ക്? പനിയൊന്നുമില്ലല്ലോ. കുഞ്ഞിയുമായിട്ട് വഴക്കിട്ടോ? കമിഴ്ന്ന് കിടക്കുന്നവളെ എടുത്തുയർത്തി തൻ്റെ മടിയിൽ വെക്കുമ്പോഴാണ് ഇമ്രാൻ്റെ ചോദ്യം. അപ്പോഴാണ് കരഞ്ഞു ചുവന്നു പോയ ആമിയുടെ മുഖം അവൻ കാണുന്നത്. എന്ത് പറ്റി മോളെ? എന്നോട് പറ. ഉമ്മി വഴക്ക് പറഞ്ഞു. ഉമ്മിയോ? എന്തിനെ? അവന് വിശ്വാസമുണ്ടായിരുന്നില്ല. എന്തിനാ ആമി മോളെ ഉമ്മി വഴക്ക് പറഞ്ഞത്? പറ, ഉമ്മിക്കിട്ട് നല്ല പോലെ കൊടുക്കാം, പറ. അല്ലെങ്കിൽ ഉമ്മയോട് തന്നെ ചോദിക്കാം ഞാൻ. എന്തിനാ സുഹ്റ നീ ആമിമോളെ വഴക്ക് പറഞ്ഞത്? എൻ്റെ മോള് പാവല്ലേ? അവർക്കരികിലേക്ക് വന്ന സുഹ്റയോടായി അവൻ്റെ ചോദ്യം. അവൾക്ക് പറയാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ആമിയോട് തന്നെ ചോദിക്കാൻ ആവശ്യപ്പെട്ടവൾ തല താഴ്ത്തി നിന്നു.
ആമിമോൾക്ക് അറിയില്ല എന്താ വിളിക്കേണ്ടതെന്ന്. ഞാൻ എന്താ വിളിക്കേണ്ടതെന്ന് ഉമ്മയോട് ചോദിച്ചപ്പോൾ ഉമ്മ എന്നെ വഴക്ക് പറഞ്ഞു. അവൾ ചുണ്ടു പിളർത്തി പറഞ്ഞത് അവനെ മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. ആമിമോളെ, ആരെ വിളിക്കുന്ന കാര്യം നീ പറയുന്നത്? അവൾ ഉത്തരം പറയാതെ അവൻ്റെ നെഞ്ചിൽ വിരൽ കൊണ്ട് കുത്തി. ശരിയാണ്, ആമിക്ക് പറഞ്ഞു കൊടുത്തിട്ടില്ല എന്തി വിളിക്കണമെന്ന്. അവന് കുറ്റബോധം തോന്നി. എന്നെ എന്തി വിളിക്കാനാ മോൾക്കിഷ്ടം? അവൻ ചിരിയോടാണ് ചോദിച്ചത്. അബ്ബ, അബ്ബാന്ന്. ആമി! സുഹറ ഒരു താക്കീതോടെ അവളെ ദേഷ്യത്തിൽ വിളിച്ചു. ആമിയുടെ കണ്ണുകൾ കുറ്റം ചെയ്ത പോലെ വീണ്ടും താഴ്ന്നു പോയി. എന്താ സുഹറ ഇത്? ആമിയോട് എന്തിനാ ദേഷ്യപ്പെടുന്നത്? അത് അവൾ അറിയാതെ. പക്ഷേ അവൻ സുഹറയുടെ മറുപടി കേട്ടോ എന്ന് പോലും സംശയമാണ്. തൻ്റെ മുന്നിൽ തലയും താഴ്ത്തിയിരിക്കുന്ന കുഞ്ഞിൻ്റെ മുഖം കൈക്കുമ്പിളിൽ എടുത്തുകൊണ്ടവൻ നെറ്റിയിൽ ചുണ്ടു ചേർത്തു വാത്സല്യത്തോടെ. ആമി അങ്ങനെ തന്നെ വിളിച്ചാൽ മതി കേട്ടോ എന്നെ. അബ്ബാന്ന് കേട്ടോ, അബ്ബ എന്ന് ഒന്ന് വിളിച്ചേ കേൾക്കട്ടെ. ആമി ആദ്യം സുഹറയുടെ മുഖത്തേക്കാണ് നോക്കിയത്. സുഹറ എല്ലാം കേട്ട് തരിച്ചിരിക്കുന്നതല്ലാതെ ഒന്നും പറഞ്ഞില്ല. അയ്യേ വിളിക്കാമ്മി, നീ എന്തിനാ ഉമ്മയുടെ മുഖത്തേക്ക് നോക്കുന്നത്? അബ്ബാ, ഒന്നുകൂടി വിളി, അബ്ബാ. അവൻ പറയുന്നതിനനുസരിച്ചവൾ വീണ്ടും വീണ്ടും വിളിച്ചുകൊണ്ടിരുന്നു. അവളുടെ കുഞ്ഞിച്ചുണ്ടുകൾ സന്തോഷത്തോടെ മൊഴിയുന്നത് കേട്ടവൻ്റെ കണ്ണുകൾ നിറഞ്ഞു. ഒരിക്കലും കേൾക്കാൻ സാധിക്കില്ല എന്ന് കരുതിയിരുന്ന കാര്യങ്ങളാണ്, ഒരിക്കലും ഉണ്ടാവില്ല എന്ന് വിശ്വസിച്ചിരുന്ന ഭാഗ്യമാണ് ഇന്നെൻ്റെ മുമ്പിൽ ഇങ്ങനെ അബ്ബ എന്ന് വിളിച്ച് പൊട്ടിച്ചിരിക്കുന്നവളെ മതി വരാതെ വീണ്ടും വീണ്ടും വിളിപ്പിക്കുന്നത് കണ്ടതും സുഹറയുടെ ഉള്ളിൽ ഒരു നീറ്റിൽ പടർന്നു. രണ്ട് മുഖങ്ങളിലും സന്തോഷമാണ്. കിട്ടാൻ കൊതിച്ചതെന്തോ നേടിയെടുത്ത സംതൃപ്തി. ഒരിക്കലും പറഞ്ഞില്ലെങ്കിലും അവളും ആഗ്രഹിച്ചു കാണില്ലേ ഒരു പിതാവിൻ്റെ സ്നേഹം, ഒരു പിതാവിൻ്റെ കരുതൽ. ഉപ്പ എന്ന് വിളിക്കാൻ, സ്നേഹത്തോടെ ചേർന്ന് നിൽക്കാൻ. ഉമ്മ ഉണ്ടെന്ന് പറഞ്ഞാലും ഉപ്പയോളം വരുമോ? തൻ്റെ കണ്ണുകൾ ആ മനോഹരമായ കാഴ്ചയെ മറക്കാൻ പാകത്തിന് നിറഞ്ഞു എന്ന് തോന്നിയതും അവർ കാണാതിരിക്കാൻ അവൾ അവിടെ നിന്നും നടന്നകന്നു, അവരെ അവരുടേതായ ലോകത്തേക്ക് വിട്ടുകൊണ്ട്. ഇമ്രാൻ സന്തോഷം കൊണ്ട് ആമിമോളുടെ മുഖത്ത് തുരുതരെ ഉമ്മ വെച്ചു. അവളെ തൻ്റെ മാറോട് അടക്കി പിടിച്ചു, തൻ്റെ സ്വന്തമാണെന്ന് പറയാതെ പറയുന്നത് പോലെ. കുഞ്ഞിയുടെ കൂടെ അവരുടെ റൂമിൽ കളിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു ആമി. അഫി റൂമിലേക്കൊന്നും കുഞ്ഞുങ്ങളെ കളിക്കാൻ ഒരിക്കലും കയറ്റാറില്ല, എല്ലാം വൃത്തികേടാവും എന്നാണ് അവളുടെ വാദം. ഓടിയും ചാടിയും കളിച്ച് രണ്ടാളും നല്ല പോലെ തളർന്നിട്ടുണ്ട്. കുഞ്ഞ് ബെഡിൽ കിടക്കുന്നത് കണ്ടപ്പോൾ ആമിയും അവളുടെ കൂടെ കിടന്നു. ക്ഷീണം കൊണ്ട് അവർ മയങ്ങിപ്പോയിരുന്നു. ആമിയുടെ കരച്ചിൽ കേട്ടാണ് കുഞ്ഞ് ഉറക്കത്തിൽ നിന്ന് ഞെട്ടിപ്പിടഞ്ഞെണീക്കുന്നത്. നോക്കുമ്പോൾ അഫി അവളെ അടിക്കുന്നതാണ് കാണുന്നത്. ആമിയാണെങ്കിൽ ഉറക്കി കരയുന്നുമുണ്ട്. ഹോ, പിന്നെ നിന്റെ ചെറ്റക്കുള്ളിലല്ല ഇത് തോന്നിയ പോലെ വന്ന് കിടക്കാൻ. നിനക്ക് മൂത്രയിക്കാൻ ഈ ബെഡേ കിട്ടിയുള്ളൂ. എത്ര രൂപ വില ഉള്ളതാണെന്നറിയോ നിനക്ക്? വഴക്ക് പറയുന്നതോടൊപ്പം അവളെ അടിക്കുന്നുണ്ട്. ഞാൻ മൂത്രയിച്ചിട്ടില്ല എന്നാ കുട്ടി അവളോട് താണുകയാണ് പറയുന്നുണ്ട്. പക്ഷെ അഫിയുണ്ട് അത് കേൾക്കുന്നു. അവൾ ദേഷ്യത്തോടെ വീണ്ടും വീണ്ടും ആ കുഞ്ഞിനെ വഴക്ക് പറയുകയും ഉപദ്രവിക്കുകയും ചെയ്യുകയാണ്. വിടുമ്മി എന്ന് പറഞ്ഞുകൊണ്ട് കുഞ്ഞിയും അവളെ വലിച്ചു മാറ്റാൻ ശ്രമിക്കുന്നുണ്ട്. ഹഫി കിട്ടിയ സന്ദർഭം നന്നായി മുതലെടുക്കാൻ ശ്രമിക്കുകയാണ്. മാമീ! മുകളിൽ നിന്ന് കുഞ്ഞ് ഒരുപാട് വിളിച്ചിട്ടാണ് താഴെ ഓരോ ജോലികളിൽ മുഴുകിയിരുന്ന സുഹറ ഒന്ന് തിരിഞ്ഞു നോക്കിയത്. വേഗം വാ മാമി, വേഗം വാ. കുഞ്ഞിക്ക് എന്ത് പറയണമെന്ന് അറിയില്ലായിരുന്നു. ആമി എന്ന് പറഞ്ഞ് കരയുകയാണ് ആ കുഞ്ഞ് ചെയ്തത്. ആമി എന്ന് കേട്ടതും തൻ്റെ കുഞ്ഞിന് എന്തെങ്കിലും അപകടം പറ്റിയോ എന്ന ഭയത്താൽ സുഹറ ഓടിപ്പിടച്ചുകൊണ്ട് മുകളിലേക്കെത്തി. കൈയും കാലും തളർന്നിട്ടും അവൾ ഓടി. തൻ്റെ കുഞ്ഞ് എന്ന ചിന്ത മാത്രമായിരുന്നു അവളിൽ. കുഞ്ഞിയുടെ പിറകിൽ ഓടിച്ചെന്ന് നോക്കുമ്പോൾ കാണുന്നത് കാഴ്ച അഫി തൻ്റെ കുഞ്ഞിനെ അടിക്കുന്നതാണ്. ഒരു ദയവുമില്ലാതെ. സുഹറയുടെ കണ്ണുകളിൽ ദേഷ്യം വന്ന് നിറഞ്ഞു. തൻ്റെ തല ഉയരുന്നതും മുഖത്ത് ഭാരമുള്ളതെന്തോ വന്ന് പതിക്കുന്നതും മാത്രമേ ഹഫി അറിഞ്ഞുള്ളൂ. കവിളിൽ പതിഞ്ഞ വേദനയോടെ തല ഉയർത്തി നോക്കിയതും മറ്റേ കവിളിലും സുഹറയുടെ കൈ ചെന്ന് പതിഞ്ഞു. ഡീഷ്! ഹഫി അലറി. മിണ്ടരുത് നീ. ആരാണ് നിനക്കെൻ്റെ മോളെ തല്ലാൻ അധികാരം തന്നത്? പറയടി, എന്ത് കാരണത്താലാണ് എൻ്റെ മോളെ നീ അടിച്ചത്? സുഹറയുടെ അങ്ങനെ ഒരു രൂപം അഫി ഒരിക്കലും കണ്ടിട്ടില്ലായിരുന്നു. ഓ, നിൻ്റെ മോള് കാണിച്ചത് കണ്ടോടി, മൂത്രമൊഴിച്ച് വെച്ചിരിക്കുന്നു. എത്ര രൂപയുടെ മുതലാണെന്ന് അറിയോ നിനക്ക്? അതെങ്ങനെ? അട്ടയെ പിടിച്ച് മറ്റേൽ കെടുത്തിരിക്കല്ലേ. വെറും തറയിൽ കിടന്ന് ശീലിച്ചവർക്ക് എങ്ങനെ അറിയാൻ? നാശം! മിണ്ടരുത് നീ. എൻ്റെ മോൾ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ അത് ചോദിക്കാൻ നിനക്കെന്ത് അവകാശം? ഇത് നിൻ്റെ വീടാണോ? നീ മേടിച്ചതാണോ? അല്ലല്ലോ, ഇതെൻ്റെ വീടാണ്, എൻ്റെ ഭർത്താവിൻ്റെ വീട്. അതെല്ലാം എൻ്റെ മോൾക്ക് കൂടെ അവകാശപ്പെട്ടതാണ്. അവൾക്ക് ഇഷ്ടമുള്ളത് കാണിക്കും. അതൊന്നും ചോദിക്കാനോ പറയാനോ നീ വരണ്ട. ഞങ്ങളുടെ അവകാശം കഴിഞ്ഞു പോലും നിനക്കിവിടെ ഒന്നുമില്ല. ഓർത്തോ, ഇനി മേലിൽ എൻ്റെ മോൾക്ക് നേരെ നിൻ്റെ കൈ ഉയർന്നാലുണ്ടല്ലോ
സുഹറ അഫിക്ക് നേരെ ദേഷ്യത്തോടെ താക്കീത് കൊടുക്കുമ്പോൾ അഫി അവളുടെ ഭാവമാറ്റം കൊണ്ട് അമ്പരന്നു പോയി. അബ്ബാ! പുറത്തേക്ക് നോക്കി കരഞ്ഞു വിളിച്ചോടുന്നവളെ കണ്ടതും അഫിയും സുഹറയും ഒരുപോലെ നെട്ടിയിരുന്നു. ഇവിടെ നടന്നതെല്ലാം മുന്നിൽ നിൽക്കുന്നവൻ കേട്ടിരിക്കുമോ എന്ന ഭയത്തോടെ. എന്നെ അടിച്ചു അബ്ബാ! മുന്നിൽ നിന്ന് കരഞ്ഞു പറയുന്നവളെ ദയനീയമായി ഒന്ന് നോക്കിക്കൊണ്ട് ഇമ്രാൻ കൈകളിലെടുത്ത് മാറോട് ചേർത്തു. തോളിൽ കിടന്നുകൊണ്ട് ഏങ്ങിക്കരയുന്നവളുടെ കൈകൾ കൊണ്ട് തലോടി മുന്നിൽ നിൽക്കുന്നവരെ ദേഷ്യത്തോടെ നോക്കി ഇമ്രാൻ. അവൻ്റെ കണ്ണിൽ തീയാണെന്ന് തോന്നി അവർക്ക്. സാരില്ല ആമിക്കുട്ടി, എൻ്റെ മോള് കരയല്ലേ. ഒന്നുമില്ല, ഞാൻ ചോദിക്കാം, കരയല്ലേ. തൻ്റെ തോളിൽ കിടന്നുകൊണ്ട് ഏങ്ങൽ അടിക്കുന്നവളെ എങ്ങനെ ആശ്വസിപ്പിക്കണമെന്നറിയാതെ അവൻ കുഴഞ്ഞു. അവൾ കരയുമ്പോൾ എന്തോ ഒരു വേദന പോലെ വല്ലാതെ നോവുന്നു. ഒരുപാട് ഉപദ്രവങ്ങൾ അസീനയുടെ അടുത്ത് നിന്ന് കിട്ടിയിട്ടുണ്ട്. പക്ഷെ അന്നൊന്നും കരയാനും സങ്കടപ്പെടാനും തോന്നിയിട്ടില്ല. കാണാനും ആശ്വസിപ്പിക്കാനും ചേർത്ത് പിടിക്കാനും ആളുണ്ടെങ്കിലല്ലേ കണ്ണുനീരിന് പോലും വിലയുണ്ടാവൂ, സങ്കടങ്ങളിൽ പോലും സന്തോഷമുണ്ടാവൂ. ആമിയുടെ കരച്ചിൽ അടങ്ങുന്നതുവരെ അവൻ ആമിയെ ചേർത്ത് പിടിച്ചു. മുഖത്തും തലയിലും പല പ്രാവശ്യം തലോടിക്കൊണ്ടിരുന്നു. കരച്ചിൽ ഒന്നടങ്ങിയെന്ന് തോന്നിയതും കൈകളിൽ നിറയെ മിഠായി വെച്ച് കൊടുത്തുകൊണ്ട് കുഞ്ഞിയെയും കൂട്ടി റൂമിലേക്ക് പറഞ്ഞു വിട്ടു. ഇനി ചിലപ്പോൾ തൻ്റെ ദേഷ്യത്തിൻ്റെ തീവ്രതയിൽ തൻ്റെ വായിൽ നിന്ന് വീണു പോകുന്ന വാക്കുകൾ തനിക്ക് തന്നെ ക്ഷമിക്കാൻ ആയെന്ന് വരില്ല. കുട്ടികൾ കേട്ടാൽ അവരുടെ ഹൃദയം വല്ലാതെ നൊന്തുപോവും. തൻ്റെ അരികിലേക്ക് നടന്നു വരുന്നവനെ ഇമ്രാനെ കണ്ട് ധൂറയ്ക്ക് നെഞ്ചെടുപ്പേറി. ആമിയുടെ കരച്ചിൽ കണ്ടപ്പോഴുള്ള ദേഷ്യത്തിൽ എന്തൊക്കെയാണ് പറഞ്ഞു പോയതെന്നറിയില്ല. അത്രയും സഹിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. എന്തൊക്കെയായാലും അഫി അദ്ദേഹത്തിൻ്റെ അനിയൻ്റെ ഭാര്യയാണ്. ഞാൻ ആരെന്ന് പോലും മറന്നുപോയി. അഫിയോട് പറഞ്ഞതെല്ലാം കേട്ടിട്ടുണ്ടെങ്കിൽ അത് ഇഷ്ടമായില്ലെങ്കിൽ അവളുടെ മനസ്സിൽ ഒരുപാട് ചോദ്യങ്ങൾ കടന്നുപോയി. നിനക്ക് എന്തായിരുന്നു ജോലി? തൻ്റെ മുന്നിൽ നിന്ന് യാതൊരുവിധ മുഖവരിയുമില്ലാതെ ചോദിക്കുന്നവനെ സുഹറ തലയുയർത്തി നോക്കി. ഉത്തരില്ലേ? ആമിയെ ശ്രദ്ധിക്കാതെ നിനക്ക് എന്തായിരുന്നു ഇവിടെ ജോലിയെന്ന്. ഞാൻ അടുക്കളയിൽ. വിറച്ചുകൊണ്ട് പറയുന്നവളെ ദേഷ്യത്തിൽ നോക്കിയെന്നല്ലാതെ അവനിലൊരു പ്രതികരണം ഉണ്ടായില്ല. പക്ഷേ അടുത്ത ചോദ്യം അഫിക്ക് നേരെയായിരുന്നു. എന്തിനു നീ ആമിയെ ഉപദ്രവിച്ചോ? പിന്നെ ഞാൻ എന്ത് ചെയ്യണം? ബെഡിൽ മുഴുവനും മൂത്രയിച്ച് വെച്ചിരിക്കുന്നു. എത്ര രൂപയുടെ മുതലാണ്? കണ്ട തെണ്ടിക്കുട്ടികളെയൊക്കെ കൊണ്ടുവന്നപ്പോഴേ ഞാൻ ഓർത്തതാണ് ഈ വീട് വൃത്തികേടായി പോകുമെന്ന്. നാശം. ചുമലിനരികിലായി വെച്ചിരുന്ന ഫ്ലവർ വേസ് നിലത്ത് വീണുടയുന്നത് അഫി നട്ടലോടെ നോക്കി. സുഹറയും അമ്പരന്ന് പോയിരുന്നു. ദേഷ്യത്താൽ മുറുകിയിരിക്കുന്ന അവൻ്റെ മുഖം ദേഷ്യം പിടിക്കാൻ എന്നോണം ചുരുട്ടി പിടിച്ചിരിക്കുന്ന അവൻ്റെ മുഷ്ടിയും കണ്ട് അഫിയും സുഹറയും തളർന്നു പോയിരുന്നു. ഇനി മേലിൽ നിന്റെ വായിൽ നിന്ന് ഇങ്ങനെയൊരു വാക്ക് വന്നു പോകരുത്. വന്നാൽ ആര് പറഞ്ഞു അവൾ തെണ്ടിക്കുട്ടിയാണെന്ന്? അവളെ എൻ്റെ മോളാണ്, ഈ ഇമ്രാൻ്റെ മോള്. അവൾക്കുള്ളതാണ് ഇമ്രാൻ കെട്ടിപ്പടുത്തത് മുഴുവനും. അവളുടെ കാലിന് ചുവട്ടിലെ നിനക്കൊക്കെ സ്ഥാനമുള്ളൂ. അവളുടെ ഔദാര്യത്തിൽ ജീവിക്കേണ്ടി വരും നീയൊക്കെ. ഇതുപോലെ 10,000 ബെഡ് മേടിക്കാം. എന്നാൽ ആ വേദനിച്ചു പോയ മനസ്സിനെ മുറിവെടുക്കാൻ നിനക്ക് കഴിയോ? ഇല്ലല്ലോ. ആ കുഞ്ഞ് എത്രത്തോളം വേദനിച്ചു കാണും നിനക്കറിയില്ല അത്. ഒരു നിമിഷം നിർത്തിക്കൊണ്ട് അവൻ ഒരു ശ്വാസമെടുത്തു. വല്ലാതെ കിതച്ചു പോയിരുന്നു അവൻ. പറയാൻ മനസ്സിലുള്ളതൊന്നും അവന് പറയാൻ കഴിയുന്നില്ല. അത്രയും ആ കുഞ്ഞിൻ്റെ കരയുന്ന മുഖം അവനെ വേദനിപ്പിച്ചു കളഞ്ഞു. ഇനി ഒരു തവണ കൂടി നിൻ്റെ കൈ ആ കുഞ്ഞിന് നേരെ ഉയർന്നാലേ നിൻ്റെ സ്ഥാനം ഈ വീടിന് പുറത്താണ്. ഒരു ചോദ്യമോ പറച്ചിലോ ഉണ്ടായെന്ന് വരില്ല. വേദനിപ്പിക്കുന്ന ഒരു നോട്ടം അവൾക്ക് നേരെ നിൻ്റെ അടുത്ത് നിന്നുണ്ടാവരുത്. അപേക്ഷയല്ല കേട്ടോ, മുന്നറിയിപ്പാണ്. അവളെ കഴിഞ്ഞ ഈ ഇമ്രാൻ എന്തോ ഉള്ളൂ. ഒരുപാട് വേദനിച്ച് എൻ്റെ ഹൃദയത്തിന് ആശ്വാസം പകർന്നത് അവളാണ്. ആമിക്ക് വേദനിച്ചാൽ എനിക്കത് സഹിക്കാനാവില്ല. ഇപ്പോൾ നിയന്ത്രിക്കുന്നത് പോലെ എനിക്ക് നിയന്ത്രിക്കാനായൊന്നും വരില്ല. ഒരിക്കൽ കൂടി പറയാം, ഇവിടെ ഈ വീട്ടിൽ ആമി കഴിഞ്ഞാൽ നിനക്കും നിൻ്റെ കുട്ടികൾക്കും സ്ഥാനമുള്ളൂ. ഇവിടെ എന്തൊക്കെ അവൾ നശിപ്പിച്ചാലും അതിൻ്റെ കണക്ക് നീ ചോദിക്കേണ്ടതില്ല. പറഞ്ഞവസാനിപ്പിച്ച് ദേഷ്യത്തോടെ നോക്കുന്നവൻ്റെ കണ്ണുകൾക്ക് മുഖം കൊടുക്കാനാവാതെ അഫി തല താഴ്ത്തി കളഞ്ഞു. ആമി നിൻ്റെ മോളാണെന്ന് നല്ല ബോധ്യം വേണം. അവളെ നോക്കുക എന്നല്ലാതെ മറ്റൊന്നും നിനക്കിവിടെ ചെയ്യാനില്ല. ഉള്ള നേരം കൊച്ചിനെ ശ്രദ്ധിക്കാതെ അടുക്കളയിൽ. ഇപ്പോഴെങ്കിലും ബോധ്യം വന്നല്ലോ, അത് തന്നെ സമാധാനം. ആരും തനിക്ക് വേണ്ടി സംസാരിക്കാൻ പഠിക്കേ. തനിക്കും അവകാശങ്ങളുണ്ടെന്ന് അറിയാൻ ശ്രമിക്കേ. ഇമ്രാൻ നിൻ്റെ കഴുത്തിൽ മാറി ചാർത്തിയിട്ടുണ്ടെങ്കിൽ പൂർണ്ണ മനസ്സോടെ തന്നെയാണ്. നിൻ്റെ അവകാശങ്ങളെക്കുറിച്ച് വാദിച്ച് ഇങ്ങനെ തല താഴ്ത്തി നിൽക്കേണ്ടതില്ല. എൻ്റെ കൂടെ തന്നെ നിൽക്കാൻ നിനക്ക് സാധിക്കണം. ആരും വരൂല ചോദിക്കാൻ. നീയും മോളും പറയുന്നത് ഇവർ കേൾക്കേണ്ടി വരും. ഇന്നു മുതൽ നീ സമ്മതം കൊടുക്കാതെ ഇവിടെ ഒന്നും സംഭവിക്കരുത്. നിൻ്റെ സമ്മതമില്ലാതെ ആരും ഒന്നും ചെയ്യാനും പോകുന്നില്ല. ഇവിടെ താമസിക്കുന്നവർക്കെല്ലാം അത് ബാധകമാണ്. അഫിയുടെ മുഖത്തേക്ക് താക്കീതോടെന്ന് നോക്കിക്കൊണ്ടവൻ അകത്തേക്ക് കയറിപ്പോയി.
പുതിയ തീരുമാനം കേട്ട് സുഹറയുടെ നെറ്റി ചുളിഞ്ഞെങ്കിലും അഫീൽ ദേഷ്യം ആളിപ്പടരുകയാണ് ചെയ്തത്. ഒരിക്കലും അംഗീകരിച്ചു കൊടുക്കാനാവില്ല സുഹറയ്ക്ക് കീഴിൽ ഈ വീട്ടിൽ. അവൾക്കത് ആലോചിച്ചു നോക്കാൻ പോലും സാധിക്കില്ല. ദേഷ്യം സഹിക്കാനാവാതെ റൂമിൻ്റെ വാതിൽ വലിച്ചടക്കുന്നവളെ സുഹറ നോക്കി നിന്നു. സുഹറയ്ക്ക് സന്തോഷിക്കണോ സങ്കടപ്പെടണോ എന്നറിയാതെ പോയി. സന്തോഷമുണ്ട് തൻ്റെ മോളെ സ്വന്തം മോളെപ്പോലെ സ്വീകരിച്ചതിൽ. മോൾക്ക് നോവുമ്പോൾ അദ്ദേഹത്തിന് നോവുന്നതിൽ. പക്ഷേ അതിലേറെ സങ്കടം ആമി അദ്ദേഹവുമായി അടുത്തു പോകുന്നതിലാണ്. എല്ലാം കഴിഞ്ഞ് ഈ വീടിൻ്റെ പടി ഇറങ്ങേണ്ടി വരുന്ന നിമിഷം അവളിലുണ്ടാവുന്ന വേദന അറിയില്ല. ഒന്നും അറിയില്ല. കുറച്ചു കാലമെങ്കിൽ കുറച്ചു കാലം അവൾ സന്തോഷത്തോടെ ഇരിക്കട്ടെ. അവൾ തന്നെ അതിനും ആശ്വാസം കണ്ടെത്തി. ഇൻഷാ അല്ലാ ഈ കഥയുടെ ബാക്കി ഭാഗവുമായി നാളെ കാണാം. അസ്സലാമു അലൈക്കും.